ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഷഫ്നാസ് വേൾഡ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറ്റി ബ്ലോഗാണ്. എൻ്റെ വാവേൻ്റെ ഫസ്റ്റ് പോളിയോൻ്റെ വീഡിയോസ് ആയിട്ടാണ്. അപ്പം വാവ രാവിലെ തന്നെ കുളിച്ച് ഉറങ്ങാണ്, നല്ല ഉറക്കമാണ്. പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഉറക്കം എണീറ്റ് നമ്മളപ്പോൾ ഇന്ന് രാവിലെ തന്നെ 9 മണിക്ക് കുളിപ്പിച്ച് ഉറക്കി കിടത്തിയതാണ്. അപ്പം നമ്മൾ പോവാനായിട്ട് ഓൾറെഡി ഡ്രസ്സൊക്കെ ഇട്ട് വെച്ച് വാവ ഉറക്കം നല്ലോണം തെളിഞ്ഞില്ല, വീണ്ടും ഉറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒന്ന് പെട്ടെന്ന് റെഡി ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ റെഡിയായി. അപ്പം നമ്മൾ രാവിലെ പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോഴാണ് അറിഞ്ഞത് ഇന്നാണ് പോളിയോന്ന്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റായി. ഇപ്പോൾ ഉച്ചക്കാണ് നമ്മൾ പോകുന്നത് പോളിയോക്ക്. അപ്പോൾ നമുക്ക് വാവ ഇപ്പോൾ ഉറക്കത്തിലാണ്. വാവനെ എണീച്ച് ഓൾറെഡി ഇപ്പോൾ കുളിച്ച് നല്ല ഡ്രസ്സൊക്കെയാണ് ഇട്ടിട്ട് കിടക്കുന്നുള്ളത്. അപ്പോൾ അതോടെ നമ്മൾ എടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം, എണീറ്റാൽ വേറെ ഡ്രസ്സും കൂടി ഇടും. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് എടുക്കാം. ഇനിയും ലേറ്റായാൽ പിന്നെ നമ്മളെ അംഗനവാടിയിൽ പോളിയോ കിട്ടുന്ന പാടായിരിക്കും. 11:30 മണിയാകുമ്പോൾ ഇറങ്ങി. അപ്പം ഞാൻ ഇന്ന് ഓട്ടോയിലാണ് പോകുന്നത്. വാവ ഞാനപ്പോൾ അടുത്ത വീട്ടിലൊരു ഉമ്മാമ്മയുണ്ട്, ആ ഉമ്മാമ്മയുടെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ വാവ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഓട്ടോയിലേക്ക് കയറി. വാവ എൻ്റെ ഫസ്റ്റ് ആണ് ഓട്ടോയിൽ പോകുന്നത്. അപ്പം ഇന്ന് ലേറ്റായിട്ട് അറിഞ്ഞുകൊണ്ട് കാറൊന്നുമില്ല. വാവയ്ക്ക് ഓട്ടോയിൽ സൗണ്ട് കേട്ടപ്പോൾ പേടിച്ചിങ്ങനെ നോക്കിയിരിക്കുകയാണ്. പേടിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടാലും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ പോവുകയാണ് ഗൈസ്. അടുത്താണ്. അപ്പോൾ നമ്മൾ അംഗനവാടി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾക്ക് പോളിയോ തീർന്ന് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് വരികയാണ്. അവർ പെട്ടെന്ന് തീർന്നെന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി വാട്സപ്പിലൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അവർ ഇൻഫോം ഒന്നും ആക്കില്ല. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി കുറച്ച് ഹെൽത്തിൽ പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വെയിറ്റ് ആക്കാറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും വാവ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചതിനെ കൊണ്ട് വീണ്ടും ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് വീണ്ടും മേലൊക്കെ ഒന്ന് തുടച്ച് ഡ്രസ്സ് മാറ്റി നമ്മൾ വീണ്ടും പോകാനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ ഉച്ച കഴിഞ്ഞിട്ടേ ഉണ്ടാവും. ഹെൽത്തിൽ വിളിച്ചപ്പം ആടെയും പോളിയോ തീർന്ന് അവർ കൊണ്ടുവന്ന് പിന്നെ വിളിക്കാമെന്ന് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവർ വിളിച്ചപ്പാട് നമ്മൾ വീണ്ടും ഓട്ടോയിൽ പോകുന്നതായിരിക്കും. അങ്ങനെ വാവി കുറച്ച് നേരം ഇങ്ങനെ കിടത്തി കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ടൈമിൽ ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നേരത്തെ ഷീറ്റ് കൊണ്ടുവന്നതിനെ കൊണ്ട് ഭയങ്കര ചൂടൊക്കെ വാവൻ്റെ തലക്കിനടിക്കണേ. അങ്ങനെ നമ്മളൊരു ഷീറ്റും കൂടി വെച്ച് അങ്ങനെ നമ്മൾ വീണ്ടും ഇറങ്ങി വീണ്ടും പോകാനായി. പിന്നെ ഓട്ടോയിലെത്തി വാവ ഇങ്ങനെ എങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുക. കുറേ വിളിച്ചിട്ട് നോക്കതേ ഇല്ല. ശരി, ഞാൻ തിരിച്ചിരുത്തി വീണ്ടും ഓട്ടോയിൽ കയറിയപ്പം പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് ഹെൽത്ത് കുറച്ച് ദൂരമുണ്ട്, ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാകും. അപ്പം നമ്മൾ ഓട്ടോയിൽ തന്നെ പോകുന്നു. റബ്ബർ തോട്ടത്തിൻ്റെ അകത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യൂ കാണാൻ നല്ല രസമാണ്. കുറച്ച് കല്ലും ഇതൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഹെൽത്തിലേക്ക് എത്തിയിരിക്കുന്നു ഗീസ്. അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ ഹെൽത്ത്. അങ്ങനെ വാവനെ പോളിയോ കൊടുക്കാനായിട്ട് ഉമ്മാൻ്റെ കയ്യിൽ ഇരുത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റൊക്കെ ഇഞ്ചക്ഷൻ കുത്തുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വലിയ സീൻ ഉണ്ടാക്കുന്നു. പക്ഷെ ഇത് ഫ്രീ ആയിട്ട് ഇരുന്ന് പോളിയോ കൊടുത്തപ്പോൾ അത് കുടിച്ച് ചെറിയ കയ്പായിട്ട് ഇങ്ങനെ ബാക്കിലോട്ടൊക്കെ തിരിഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോളിയോൻ്റെ അടയാളമൊക്കെ ഇട്ട് വാവ ഇങ്ങനെ എല്ലാ സൈഡും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
പിന്നെ ഇവർ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വീണ്ടും പോയി. പിന്നെ 10 മണി ഒരു ഷാഡ് വാവേ അങ്ങനെ നമ്മൾ പോലൻ്റെ അടിയാളെല്ലാം ഇട്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.